Active with Mithun and Nimi. വെൽക്കം ബാക്ക് ടു റേഡിയോ ആക്റ്റീവ് വിത്ത് നിമ്മി ആൻഡ് മിഥുൻ എന്നാണ് പറയുന്നെങ്കിലും മിഥുൻ ഇന്ന് ലീവാണ്. പക്ഷെ എന്ത് വേണം, നിമ്മി വിത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരാണ് നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലുള്ളത്. ആരാന്നുള്ളത് എന്തായാലും എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഞങ്ങൾ ഇന്ന് 2 ദിവസം മുൻപേ തുടങ്ങിയതാണ് ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇവര് വരും. ഇപ്പം ഞാൻ 10 മിനിറ്റ് കൂടി മുന്നേ പറഞ്ഞുള്ളൂ. എല്ലാവരും എത്തി, ആകെ ഒരാൾ ഒഴികെ എന്നുള്ളത്. ആ വ്യക്തിക്ക് നമ്മളൊരു പ്രത്യേകതര പണിഷ്മെന്റ് ഉണ്ട്. അത് ഞങ്ങൾ എയറിന്റെ ഒരു പ്രത്യേക രീതിയാണ്. ഇന്റർവ്യൂവിന് ലേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ പണിഷ്മെന്റ്. അത് ഞങ്ങൾ ആദ്യം പറയില്ല, അവിടെ ആ നിമിഷത്തിലേ പറയുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇനി ഓരോരുത്തരായിട്ട് വെൽക്കം ചെയ്യാം. ഇതിൽ ആരാണ് ലേറ്റ് ആയി വന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിയായിരിക്കും നമ്മൾ ലാസ്റ്റ് പേരെടുക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും. നമസ്കാരം, അർജുനല്ല. ശരി, അപ്പൊ എന്തായാലും അർജുൻ, വെൽക്കം ടു ഹിറ്റ് 96.7 FM. ആൻഡ് അർജുന്റെ കൂടെ എന്താ പറയാ, കൂടെ കട്ടയ്ക്ക് നിന്ന് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ശാലിനി, അതായത് നമ്മുടെ സ്വന്തം അനഘ. ഹായ് അനഘ, വെൽക്കം ടു ഹിറ്റ് FM. അനഘയുടെ ഫസ്റ്റ് ടൈം ആണ് ഹിറ്റ് FM-ൽ അല്ലേ, ആദ്യത്തെ ആണ്. ആൻഡ് ഇതുപോലെ തന്നെ നഗ്ലൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എല്ലാ ധൈര്യവും ഐഡിയയും മാർഗദർശി അതല്ലേ പറയാ ആയിട്ട് കൂടെ നിന്നിട്ടുള്ള നവാസ്. ഹായ് നവാസ്. ഹായ്, വെൽക്കം ടു ഹിറ്റ് FM. താങ്ക് യു. നവാസിന്റെയും ഫസ്റ്റ് ടൈം ആണ് ഇവിടെ. ശരി. ആൻഡ് ഇവരെ 3 പേർക്ക് ഈ ഒരു കഥാപാത്രം നൽകിയ ഇതിന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ, അതിൽ റൈറ്റർ അനീഷ്. ഹായ് അനീഷ്. ആൻഡ് ഡയറക്ടർ ലിജു. 2 പേർക്കും ഹിറ്റ് FM-ലേക്ക് സ്വാഗതം. ശരി, അപ്പൊ ഇതില് ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. അൻപോട് കൺമണി എന്ന് പറയുന്ന സിനിമ നാട്ടിൽ റിലീസായി. ഇവിടെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടില് മൂവി റിലീസായിട്ട് എങ്ങനെയുണ്ട്, ഒരു ആൾക്കാരിൽ നിന്നും കിട്ടുന്ന ഒരു അഭിപ്രായം എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയണ്ട, നല്ല മനസ്സ് നിറഞ്ഞ് എല്ലാവരും കണ്ട് ചെറിയൊരു കണ്ണീരോടുകൂടി ഒരു നെഞ്ചിലേറ്റി എന്ന് പറയുന്നതിൽ അങ്ങനെയാണ്. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ്. ഫാമിലീസിനാണ് കൂടുതൽ കണക്ട് ആവുന്നത്, അനുഭവിക്കുന്നത് ഫാമിലീസ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഫാമിലീസ് നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് GCCയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. ശരി, ഇനി നമുക്ക് കഥാപാത്രങ്ങളിലേക്ക് വരാം. നകുലൻ, ആരുടെ ഫോണാണ് സ്വിച്ച് ഓഫ് ചെയ്യാത്ത? അതിനുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ ഒരു പണിഷ്മെന്റ്. ഇത് എന്തായിരിക്കും പണിഷ്മെന്റ്? സൈലന്റ് ആക്കിനി. ശരി, അപ്പൊ നകുലനിലേക്ക് വരാം. നകുലൻ, എന്താണ് അൻപോട് കൺമണി സിനിമയിലെ നകുലൻ എന്ന് പറയുന്ന കഥാപാത്രം? നകുലൻ എന്ന് പറഞ്ഞ കഥാപാത്രം യൂഷ്വലി എല്ലാ നാട്ടിലും കണ്ടുവരുന്ന ഒരു സാധാരണക്കാരനായ കുടുംബമൊക്കെ നോക്കി ജോലിയൊക്കെ നോക്കി നടത്തുന്നൊരു മച്ചാനാണ്. ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ വന്നു കയറുന്ന പെണ്ണ് ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ചിന്തിക്കുകയും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ചിന്തിക്കുകയും, പക്ഷെ നാട്ടുകാരുടെ അത്യാവശ്യം ഉണ്ടാവുന്ന കുറേ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ ചൊറിച്ചിലായിട്ട് മാറുന്നതും ആ ചൊറിച്ച് വീട്ടിൽ ഇഷ്യൂ ആയിട്ട് മാറുന്നതും അങ്ങനെ പോകുന്നൊരു സംഭവത്തിൽ പെട്ടുവന്നൊരു ക്യാരക്ടറാണ് നകുലൻ. അപ്പോൾ ഈ വീട്ടിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഭാര്യനെ സംസാരിക്കാൻ നകുലനായിരിക്കും പോയിന്റ്, അമ്മക്ക് സംസാരിക്കാൻ നകുലനായിട്ട് പോയിന്റ്. ഇതെങ്ങനെ സോർട്ട് ചെയ്യണമെന്ന് ഹെൽപ്പ് ചെയ്യാനാണ് കൂട്ടുകാരനായിട്ട് ഷുക്കൂറിലേക്ക് വരാം. അപ്പൊ ഷുക്കൂറിന്റെ കഥാപാത്രത്തിന് ചെറിയൊരു ഐഡിയ കിട്ടി. എങ്കിൽ കൂടിയും ഷുക്കൂറിന് എന്താണ് ഷുക്കൂറിനെ കുറിച്ച് പറയാം? ഷുക്കൂർ ഇതുപോലെ തന്നെ കട്ടക്ക് നിൽക്കുന്ന ഒരു ചങ്കാണ് ഞാൻ ഷുക്കൂർ. അപ്പൊ നകുലിന് ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ നേരിടുന്നുണ്ട്, പുറത്ത് നേരിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫ്രണ്ട്സിനോട് വന്ന് പറയുന്നത്. നമ്മളെ കൂടെ മൃദുലുണ്ട്, മൃദുൽ നായർ സുഹൃത്തായിട്ട് തന്നെ. അപ്പൊ നമ്മളോട് വന്ന് പറയാം, നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നീ പേടിക്കണ്ട, കൂടെ കട്ടക്ക് നമ്മളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന ചങ്ക. ശരിക്കും കൂടെ നിൽക്കുന്ന, അതെ, അല്ലാണ്ട് പറച്ചില് മാത്രമല്ല, ശരിക്കും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്ത് തന്നെയാണ്. ആൻഡ് അനഘയുടെ കഥാപാത്രം വരുമ്പോൾ നകുലിന്റെ വൈഫ് ക്യാരക്ടറാണ് ശാലിനി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം എന്താണ് കഥാപാത്രത്തെ കുറിച്ച്? പുതിയതായ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വരിക. പിന്നെ നമ്മളുടെ നകുലിന്റെ ശാലിനിയുടെ ലൈഫില് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. സോ അത് അവര് സോർട്ട് ചെയ്യുന്നതിന് പകരം നാട്ടുകാരും കൂടെ ഇടപെടുമ്പോ മൊത്തത്തില് ആ ഒരു പ്രഷർ ഒന്നും സഹിക്കാൻ പറ്റാണ്ട് ഞെരുങ്ങി ജീവിക്കുന്ന ഒരു ഭാര്യ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. പല അഭിപ്രായങ്ങൾ കാരണം, അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കാരണം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇന്ന് ഈ കാലഘട്ടം വളരെയധികം ആണ്. ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമില് അത് കാരണം ജീവിതം നശിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് കാരണം എന്താ പറയുക, ഉയർത്തെഴുന്നേറ്റ് സ്ട്രോങ് ആയി വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അനീഷിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനായിട്ട്, നമ്മുടെ മലയാളത്തിൽ ഇപ്പം ഈ പറഞ്ഞ
ഈവൻ ദോ ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എങ്കിൽ കൂടിയും മലയാളത്തിൽ ഇത്തരത്തിൽ ഒരു ഫാമിലി ഡ്രാമ മൂവീസ് ഒരുപാട് വന്നു പോയിട്ടുണ്ട്. അതായത് എനിക്ക് ആ സിനിമയുടെ പേര് ആക്ച്വലി കിട്ടുന്നില്ല. നമ്മുടെ ജഗദീഷും ഉർവശി ഭാര്യ എന്നാണോ സിനിമയുടെ, അതായത് ഈ സ്വത്തിന്റെ കാര്യത്തിലൊക്കെ ഭാര്യയെ തിരിച്ചു കൊണ്ടാക്കാനും ഒക്കെ പറയുന്ന കാര്യം. കല്യാണത്തിന് ശേഷമുള്ള പല പല രീതികൾ, ഇപ്പം മറ്റേ ആൺവീട്, മേലെപ്പറമ്പിലെ ആൺവീട് എന്ന് പറയുന്നതും എഗെയിൻ കല്യാണത്തിന്റെ സംഭവം പറയുന്നുണ്ട്. മറ്റേ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ആൺകുട്ടി തന്നെ വേണം എന്ന് പറയുന്ന സിനിമ, നമ്മുടെ ആദ്യത്തെ കൺമണി. അപ്പൊ ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്നാൽ പല പല സിറ്റുവേഷൻ ആണ്. ഈവൻ വിശേഷം എന്ന് പറയുന്ന സിനിമ നമുക്ക് കുറേം കൂടി അൻപോട് കൺമണി എന്ന സിനിമയോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം അതിൻ്റെ അകത്തും കുഞ്ഞുങ്ങളാകുന്നതിനെ കുറിച്ചും വിശേഷം, അത് ആ ഒരു ടേം തന്നെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും സിനിമകൾ ഓൾറെഡി മലയാളത്തിൽ വന്ന് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ എഴുതുക എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കണമല്ലോ. സബ്ജക്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ നമ്മൾ സിനിമ വേറിട്ട് നിൽക്കണം. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ്? ഇത് എൻ്റെ ലൈഫിലൊരു ചെറിയൊരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഇത് ടെയിൽ എൻഡിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റിയാണ് മെയിൻ നോക്കിയത്. ഞാൻ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം പലരിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ വളരെ സെറ്റയർ ആയിട്ടുള്ള, ചിന്തിപ്പിക്കുന്ന, എന്നുവെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം മാക്സിമം യൂസ് ചെയ്യുന്ന നാടാണ് നമ്മൾ കേരളം മാത്രമല്ല എല്ലാവരും. ആരോട് എന്തും ചോദിക്കാം, എന്തും അഭിപ്രായം പറയാന്നുള്ള ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള വാസ്തവം എനിക്ക് മനസ്സിലായി. പക്ഷെ അതങ്ങനെ ഇപ്പം പറഞ്ഞ വിശേഷം എന്ന് പറയുന്നത് അത് ഇൻഫെർട്ടിലിറ്റീൻ്റെ ഒരു കാര്യം, നമ്മൾ അതിൻ്റെ വേറെ കുറേ തലങ്ങളും കൂടി കവർ ചെയ്തിട്ടുണ്ട് ഫിലിം. അപ്പോൾ അത് അധികം ഫിലിമിൽ ഞാൻ കണ്ടില്ല. പിന്നെ ലൈഫിൽ നേരിട്ട കുറച്ച് കാര്യങ്ങൾ ജെന്യൂനായിട്ട് എഴുതണം തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് സിനിമകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ലിജു ഇപ്പം കവി ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഡിഫറെന്റ് ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഇത് കുറേ കൂടി ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എപ്പോഴും ഒരു ഡയറക്ടറിന് ഒരു സിനിമ കൺസീവ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് ലിജുവിന്റെ ഉള്ളിൽ ലിജുവിന്റെ കഥാപാത്രങ്ങൾക്ക് ലിജു കൊടുത്തുന്ന ഒരു ഫേസ് ഉണ്ട്. എങ്ങനെയാണ് ഈ 3 മുഖങ്ങൾ ആ സിനിമയിലേക്ക് എത്തുന്നത്? അത് ഫസ്റ്റ് തന്നെ ഈ ഒരു കഥ കേട്ടപ്പം നമുക്കൊരു നെക്സ്റ്റ് ഡോർ ബോയ് ഇമേജുള്ള ഒരു ക്യാരക്ടറായിരുന്നു വേണ്ടത്. അപ്പം അങ്ങനെയാണ് അർജുൻ്റെ ഒരു തോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ മൃദുൽ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. അപ്പം ബിടെക്കിന്റെ ഡയറക്ടർ. അപ്പം മൃദുൽ വഴി പെട്ടെന്ന് ഈസി ആക്സസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കഥ പോയി പറഞ്ഞു, ആള് പിടിച്ചു. അതുപോലെ തന്നെ അനഘയിലേക്ക് എത്തുന്നത്, അനഘ കാഞ്ഞങ്ങാടുകാരിയാണ്. നമ്മുടെ ഒരു തലശ്ശേരി സ്ലാങ് ഇതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനും കുറച്ച് ഈസി ആയിട്ടുള്ളത് അനഘയാന്ന് മനസ്സിലായി. കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഫസ്റ്റ് അപ്രോച്ച് ചെയ്തപ്പോൾ ഭയങ്കര ജാടായിരുന്നു. ഒളിച്ചോട്ടം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ സിനിമ. കല്യാണം, പ്രസവം എന്നൊക്കെ സത്യമുള്ള അനഘയുടെ ജീവിതത്തില് പല സിനിമകളിലാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഓരോ ഘട്ടങ്ങൾ, അതായത് നിശ്ചയം. ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഒളിച്ചോടി കല്യാണം കഴിഞ്ഞ് പ്രസവിച്ചു. അതാണ് ഇനി ദൈവമേ, ഇത്ര ചെറിയ പ്രായത്തില് അടുത്തൊരു. പക്ഷേ അതൊരു സിമിലാരിറ്റി എന്ന് പറയാം. ഡിഫറെന്റ് ആണ് എങ്കിൽ കൂടിയും ചെറിയൊരു വിഷമമുണ്ട് എപ്പോഴും ഇങ്ങനെ കല്യാണത്തിൽ മാത്രം നിൽക്കുന്നത്. അല്ലേ, അതാ ഞാൻ ചോദിച്ചേ. പക്ഷെ അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കാരണം എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് വേണ്ട, ആദ്യം ഞാനിത് പറഞ്ഞത് റിജക്ട് തന്നെ ഇതായിരുന്നു റീസൺ. കാരണം അപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ ആനന്ദം പരമാനന്ദത്തിൽ ഷറഫിക്കയോട് ഭാര്യയായി ചെയ്ത ഉടനെയാണ് എൻ്റെ അടുത്ത് ഒരു സ്റ്റോറി പറയാൻ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാനിപ്പോ ഒരു ഭാര്യ ആയതേ ഉള്ളൂ, എനിക്ക് വേറെ എന്തെങ്കിലും അതിലേക്ക് വരാം, ആ പോയിന്റിലേക്ക് വരാം. ഓക്കെ, പക്ഷെ എങ്കിൽ കൂടി ഇപ്പൊ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ എന്താണ് അഭിപ്രായം? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ശാലിനി എന്നുള്ള ഒരു ക്യാരക്ടർ ഞാൻ വളരെ എൻജോയ് ചെയ്തതാണ്. കാരണം ഈ ക്യാരക്ടർ കുറെ ഇമോഷൻസ് ക്യാരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഈ മൊത്തം ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ പൊട്ടിത്തെറിക്കുക. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നാട്ടുകാരുടെ ഈ ചൊറിച്ചൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ അടുത്തത്, സിനിമ ചെയ്താല് സിനിമ ഇല്ലേ, ഒന്നുമില്ലേ. അപ്പൊ ചോദിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മുടെ നാട്ടില് എനിക്ക് ചില സമയത്ത് ഒന്നും തെറ്ററിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഹലോ ഹായ് എന്ന് പറയുന്നതിന് പകരം അതൊരു ഗ്രീറ്റിംഗ് ആണ്. ഇപ്പൊ എന്നെ കുറെ കാലം കാണാത്ത ഒരാൾ ചിലപ്പോൾ കാണുമ്പോൾ അയ്യോ വണ്ണം വെച്ചല്ലോ എന്ന് പറയുന്ന, ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ വണ്ണം വെച്ചു എന്നുള്ളത് അതല്ല അവരുടെ ഉദ്ദേശം. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ, പിന്നെ ഇതി തുടങ്ങാം എന്നാൽ ചില
ചിലർ യോ അങ്ങ് ക്ഷീണിച്ചു പോയിട്ടോ എന്ന്. അല്ല ഞാൻ ചിലപ്പോൾ ആലോചിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരത് പറയുന്നത്. അതിൽ നമുക്ക് അതിനെ കുറ്റം പറയണ്ടായിരിക്കും അല്ലേ എന്ന്. പിന്നെ ഇന്ന് കുറച്ച് സൂക്ഷിക്കണം ഇതൊക്കെ പറയാൻ നേരത്ത്. സുന്ദരനായാലും സുന്ദരിയായാലും പക്ഷെ എടുത്ത് പറയില്ല. സത്യം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഫ്രെയിമിങ്ങിന്റെയും കൂടി ഒരു വ്യത്യാസമുണ്ട്. ഈ പറയുന്നത് തന്നെ കുറെ കൂടി ഒന്ന് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്താൽ നമുക്ക് ഇത്രയും തോന്നൂല. അത് നമ്മൾ വേണ്ടാത്തൊരു ചോദ്യമാണല്ലോ എന്ന് തോന്നൂല എന്ന് തോന്നുന്നു. അർജുൻ്റെ കേസിൽ അർജുൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഫിലിം ഗ്രാഫ് ശരിക്കും മുകളിലോട്ടാണ്. ബിക്കോസ് വരുന്ന ക്യാരക്ടേഴ്സിലൊക്കെ കുറേ അഭിനയിച്ച് തകർക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അർജുനെ തേടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആക്ടേഴ്സിൽ വളരെ ചുരുക്കം ബിക്കോസ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഭാഗ്യം വേണം. നമ്മൾ എത്ര നന്നായിട്ട് അഭിനയിച്ചാലും നമുക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ള കഥാപാത്രം നമ്മളെ കയ്യിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അർജുൻ്റെ കേസിൽ അങ്ങനെയല്ല. ഈവൻ അർജുൻ ഒരു കോമഡിയാണ് ചെയ്യണമെങ്കിൽ കൂടിയും അർജുനിൽ മറ്റ് കഥാപാത്രങ്ങളെ കണ്ടിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് മലയാളത്തിൽ. ഇപ്പോൾ ബ്രഹ്മയുഗ ആയിക്കോട്ടെ, ഏത് സിനിമ. ഇപ്പം ഞാൻ ലാസ്റ്റ് ഇറങ്ങിയ അർജുൻ്റെ സിനിമ എന്ത് സ്വന്തം പുണ്യാള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ അർജുൻ്റെ ലൈഫ് മാറ്റി മറിച്ചത് ഏത് സിനിമ, ഏത് ക്യാരക്ടറാണ്? അത് ബിടെക് ആയിരിക്കും അല്ലേ? കാരണം പറവ ചെയ്തുകൊണ്ടാണ് സിനിമാക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്നത്. ബിടെക് ചെയ്തുകൊണ്ടാണ് ഓഡിയൻസിന് എന്നോട് ഒരു സ്നേഹം, ഒരു മനുഷ്യക്കുട്ടി, വലിയൊരു പാവം മരിച്ചു പോയല്ല വന്നത് ബിടെക് എന്ന ക്യാരക്ടറാണ്. പിന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്തത് ജൂൺ എന്ന ക്യാരക്ടറിലാണ്. പിന്നെ അതാ എല്ലാ വർഷവും അങ്ങനെ ഓരോ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഒരാൾക്ക് വെച്ച ക്യാരക്ടർ അയാൾക്ക് ഡേറ്റിൽ അതാകുമ്പോ എന്നെ വിളിച്ചിട്ടായതാണ്. ജൂണ് ഈ ബിടെക് ആക്ച്വലി വേറെ ആക്ടറായിരുന്നു, രോമാഞ്ചം വേറൊരു നടനായിരുന്നു. എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. പിന്നെ ആദ്യം ശരി, അങ്ങനെ റീപ്ലേസ് ചെയ്ത് വന്നപ്പോ അതൊരു ഭാഗ്യം തന്നെയാണ് അല്ലെ, അത് കയ്യിലേക്ക് എത്തുക എന്നുള്ളത്. നവാസിന്റെ ലൈഫും അതെ അല്ലെ, നവാസിന്റെ ലൈഫും അതെ സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ വളരെ കുതിച്ചുള്ളൊരു പോക്ക്, അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ഏറ്റവും സേഫ് സ്റ്റഡി തന്നെയാണ് അല്ലേ. നവാസിന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു അത് വളരെ സ്റ്റഡിയാണ്. കഥാപാത്രങ്ങളാണെങ്കിലും ഈ പറഞ്ഞ എപ്പോഴും നായകന്റെ കൂടെ നിൽക്കുന്ന, നായകന് തുല്യമായി നിൽക്കുന്ന റോൾസുകളാണെങ്കിലും ഒക്കെ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ നവാസിലേക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. സോ ഈ സിനിമ നവാസിലേക്ക് വരാൻ നേരത്ത് നവാസിന് പെട്ടെന്ന് ഇത് ചെയ്യണം എന്ന് തോന്നാനുള്ളൊരു കാരണം എന്താ? ഇത് അവർക്ക് ആദ്യം തോന്നിയതുകൊണ്ട് അങ്ങനല്ല, ഞാൻ തന്നെ ചെയ്യണമെന്നേ. എനിക്കങ്ങനെ പിടിവാശിയൊന്നും ഇല്ലാണ്. ഞാൻ നവാസിന് ഇങ്ങനെ ഒരു സ്ലാങ് ഭയങ്കര അധികമായിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു നവാസിന് എല്ലാം നവാസ് തന്നെയല്ലേ ശബ്ദം കൊടുക്കുന്നതൊക്കെ. അപ്പൊ എനിക്കോട് വേറെ ആരെക്കാളും ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഉണ്ടോ എനിക്ക് അറിയില്ല. ബിക്കോസ് ചില ആൾക്കാർ വളരെ മിടുക്കന്മാരാണ്. സത്യമായിട്ടും ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. കാരണം ബാക്കി എല്ലാവരും പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് പിടിച്ചതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് നവാസൊക്കെയാണ് ഈ പടത്തിൽ സ്ലാങ് പിടിക്കാൻ. കാരണം ഞാൻ പറഞ്ഞു കൊടുത്താലും പറഞ്ഞു കഴിയുമ്പോ കോഴിക്കോടിലേക്ക് എത്തും. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കിടക്കാണല്ലോ പറഞ്ഞത്. ഏറെക്കുറെ തെറ്റാണ്. എല്ലാ ഭാഷയും കൂളായിട്ട് പിടിക്കും. ഇവരില്ലാന്നൊക്കെ പറയും, ഇവരെന്നെ ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടി പലതും പറയും. അതല്ല സത്യം. അങ്ങനെ ആരും വിചാരിച്ച ഫീൽഡ് ഔട്ട് ആകാൻ ആൾക്കാരല്ല. അങ്ങനെ ഞാൻ വെയില് കുർത്ത വെയിലത്ത് പാടില്ല. നമുക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ട്. നവാസ് മല്ലിക്കുന്നിനായിട്ട് ഒരു ഫാൻസ് നല്ല നമ്മള് നമ്മുടെ കാര്യം പറയാം. അപ്പൊ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നല്ല അസോസിയേഷൻ ഇപ്പൊ ഈ പടം കഴിഞ്ഞാൽ ഇപ്പം ലോഗോ ലോഞ്ച് ഉണ്ട്. ഒരുപാട് ഫാൻസ് നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ. നവാസ് മല്ലിക്കുന്ന ഫാൻസ് ഇഷ്ടപ്പെടുന്നില്ല അതിന്. ഞാൻ അഡ്മിൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇഷ്ടപ്പെടില്ല. അർജുൻ ഭയങ്കര സപ്പോർട്ടാ. അനക്കെ ആണെങ്കിലും അവരടുത്ത പടത്തിൽ ഞാനുണ്ടെന്ന് സാറ് പറയുന്നത് ലിജു നേരത്തെ പറഞ്ഞോട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? പക്ഷേ ഇല്ല, നവാസിന് എനിക്ക് തോന്നുന്നു നവാസിന്റെ എല്ലാ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആക്ടർ തന്നെയാണ്. അപ്പൊ എന്തായാലും ലിജുവിന്റെ ഉറപ്പായിട്ട് അടുത്ത സിനിമയിൽ നവാസ് ഉണ്ട്. അതാ പറയുന്നത്. അതിന്റെ തന്നെ ഒരു കെമിസ്ട്രി. പക്ഷെ ഞങ്ങള് ഒരുമിച്ച് അഭിനയിച്ചത് ഈ പടം
ശരിക്കും ആ ഒരു സ്ക്രീൻ കോമ്പിനേഷൻ മധുരത്തിലുണ്ട് അഭിലാഷം. പക്ഷെ നമ്മള് ഇതിലാണ് കൂടുതൽ മനസ്സിലായത് ആളൊരു പാവാന്ന്. പക്ഷെ ഇല്ല, ഈ ചില കോമ്പിനേഷൻസ് മലയാള സിനിമയില് ഭയങ്കര റീച്ച്, ഭയങ്കര ഹിറ്റായിട്ട് പിന്നീട് നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടും ആ കോമ്പിനേഷൻ കാണാൻ. ഇതോടുകൂടി നിങ്ങളുടെ കോമ്പിനേഷൻ അങ്ങനെ ഒരു ഹിറ്റായി മാറട്ടെ. അർജുൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നവാസ നമ്മളെ ഈ ഒരു കോമ്പിനേഷൻ അല്ല എന്റെ പ്രായം പൊക്കി കാണിക്കാതെ. അപ്പൊ ഇത് ഇനിയും തുടരണം അല്ലേ നമുക്ക്? തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്കൊരു വാർത്ത തോന്നിയതെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ കാലഘട്ടത്തില് നല്ലത് ചെയ്താലും വേണമെന്ന് വെച്ചാൽ അത് ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിലും ജെന്യുവനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറയുന്നൊരു ഫ്രേസ് ഉണ്ട്. അപ്പോൾ ഈവൻ കഴിഞ്ഞ ദിവസം കൂടി ഞാനും എൻ്റെ കൊളീഗ് ഞങ്ങൾ ഫസ്റ്റിലും കൂടി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്. കൂടുതലും സിനിമയിലാണ് നമ്മൾ കാണാറുള്ളത്. ഒരു സിനിമ റിലീസാവുന്നതിന് മുന്നേ എന്തെങ്കിലും അറിയാതെ അബദ്ധത്തിലൊരു പ്രശ്നം വന്നാലും അത് എത്ര ജെന്യുവനാണെന്ന് നോക്കാതെ പോലും ചിലപ്പോൾ ആൾക്കാർ പറയും, ഓ ഇത് മറ്റേ സിനിമ റിലീസാവുന്നതുകൊണ്ട് ഇത് വേണമെന്ന് വെച്ചുണ്ടാക്കി ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ളത്. പക്ഷേ ലിജുവിൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതുവരെ ഒരു സിനിമയ്ക്കും കേൾക്കാത്തൊരു കഥ, ആ ഒരു വീടിനെ കുറിച്ച് ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു സെറ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീടിനെ കുറിച്ച് അതൊന്ന് ഷെയർ ചെയ്യുമോ നമ്മളുടെ ലിസണേഴ്സുമായിട്ട്? നമ്മുടെ കഥ ആവശ്യപ്പെടുന്ന പ്രകാരം 2 വീട് അടുത്തടുത്ത് വേണം. അപ്പം നമ്മൾ കുറേ ലൊക്കേഷൻ നോക്കി, ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് നമ്മുടെ റൈറ്റർ ഏട്ടൻ അനീഷ് ഭായി ആണ് എങ്ങനൊരു സജഷൻ പറയുന്നത്. നമ്മൾ സെറ്റ് ഇടാന്നുള്ള തീരുമാനം എടുത്തു, പക്ഷെ അത് എവിടെ ഇടണം എന്നുള്ളത് തീരുമാനിച്ചില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബിനു, പുള്ളിയുടെ വീട് ഓൾറെഡി പണിയാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് പൊളിച്ചിട്ട് പുതിയത് പണിയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ നമുക്ക് ആർട്ട് ഡയറക്ടർ തന്ന ബഡ്ജറ്റും നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ബിൽഡേഴ്സാണ്. അപ്പോൾ ആ ആർട്ട് ഡയറക്ടർ തന്ന ബഡ്ജറ്റ് കൊണ്ട് അവർക്ക് ഒരു ഒറിജിനൽ വീട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഉപകാരമാവും എന്നുള്ളൊരു തോട്ട് ആദ്യം ഇവിടെ നിന്നാണ് വന്നത്. അത് ഞാൻ കട്ട എതിർപ്പായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു പണ റിലേറ്റഡ് കുറച്ച് ആവശ്യങ്ങൾ വേറെ ഉണ്ട്, കൽപ്പന റിലേറ്റഡ് കുറച്ച് ജിയോഗ്രഫി ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇത് ഏറ്റവും ആപ്റ്റായിട്ട് കഥ പറയാൻ പറ്റുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടെ വന്നപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് കോംപ്രമൈസ് ചെയ്തു. എത്ര ദിവസം കൊണ്ട് പണി എടുത്തു? 3 മാസം അല്ലേ? ഓക്കെ. അപ്പൊ ആ വീട് പിന്നെ അവർക്ക് തന്നെ താമസിക്കാനായിട്ട് അങ്ങ് കൈമാറി കൊടുത്തു. അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയല്ലേ? പുള്ളിയാണ് ഐഡിയ ആദ്യം പറഞ്ഞത്. നല്ലൊരു ഐഡിയ അത്. ബിക്കോസ് പെട്ടെന്ന് നമ്മളുടെ ഒരു പക്ഷേ എനിക്ക് അറിയില്ല വേറെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒന്നും തന്നെ വന്നില്ല. ഒക്കെ ടെമ്പററി സെറ്റുകളും പിന്നീട് അതിനെ മാറ്റിമറിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് അതിനെ സ്ഥിരമായിട്ടൊരു സിനിമ സെറ്റാക്കുകയോ ഒക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇതൊരു പിന്നീട് ഒരു കുടുംബത്തിന് കഴിയാൻ വേണ്ടി ഒരു വീടായിട്ട് അതിന് തന്നെ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഇത്ര എന്താ പറയണ്ടേ, ഒരു വലിയ സംഭവം നമ്മൾ ചെയ്യുന്നുള്ളതൊന്നും ചിന്തിക്കില്ല പിന്നീട്. അത് തീർച്ചയായിട്ടും അതെ. ഞാനത് കേട്ടപ്പോഴും ഞാൻ ചോദിക്കും, നല്ല കാര്യം. അത് വേണമെന്ന് വെച്ചോ അങ്ങനെ പ്ലാൻഡ് ഒന്നും അല്ലെങ്കിൽ കൂടിയും ചെയ്ത് വന്നപ്പോൾ അതൊരു നല്ലൊരു പ്രവൃത്തിയായി എന്നുള്ളതാണ്. അപ്പോൾ അൻപോട് കൺമണി അങ്ങനെ ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് അവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. നമ്മുടെ ഹയത്ത് റീജൻസി സ്റ്റാർ ഗാലറിയിലാണ് ഇതിൻ്റെ സ്ക്രീനിങ് നടക്കുന്നത്. അപ്പോൾ നാട്ടിലെന്തായാലും റിലീസായി, ഇവിടെ നമ്മളിപ്പോൾ റിലീസാകാൻ പോവാണ്. അർജുൻ, എന്താ നമ്മുടെ ലിസണേഴ്സിന് ഇത് കാണാൻ പോകുന്നവരുടെ അടുത്ത് എന്താ പറയാനായിട്ടുള്ളത്? ഇതൊരു സിമ്പിൾ ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. ഭയങ്കര ഹാഷ് പുഷ് പരിപാടികളൊന്നുമില്ല. പീസ്ഫുൾ ആയിട്ട് വന്ന് ഫാമിലി ആയിട്ട് കണ്ട് ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് സന്തോഷമായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്നൊരു പടമാണ്. ശരി. അപ്പം അത് എല്ലാവരും വരിക, കാണുക. ഡയറക്ടർ അത് തന്നെയാണ് പറയാനുള്ളത്. ഒരു സിമ്പിൾ മൂവിയാണ്, എന്തായാലും മനസ്സ് നിറയ്ക്കുന്ന ഒരു മൂവി ആയിരിക്കും. നമ്മുടെ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഒന്ന് നാട്ടിൽ പോയിട്ട് വന്ന ഒരു ഫീല് ഈ സിനിമ ഫ്ലൈറ്റ് ടിക്കറ്റ് കാശ് ലാഭം. തീർച്ചയായിട്ടും എല്ലാ പറഞ്ഞിടത്തോളം നമുക്ക് എല്ലാ മലയാളികൾക്കും അവരവരുടെ കുടുംബത്തിലും അല്ലെങ്കിൽ കേട്ടുകളിലും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാര്യം ഇത്രയും തമാശയായിട്ടാണ് പറഞ്ഞേക്കെങ്കിലും വളരെ റെലവെന്റ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു മെസ്സേജാണ് ഈ ഒരു മൂവി കൺവേ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്റേഴ്സിൽ പോവാം. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് നടക്കുന്ന സ്പെഷ്യൽ സ്ക്രീനിങ് അറ്റ് സ്റ്റാർ ഗാലറിയ സിനിമ ഹയത്ത് റീജൻസി ദേര. അവിടേക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. ബിക്കോസ് കാസ്റ്റിന്റെ കൂടെ ഇരുന്ന് സിനിമ കാണാൻ പറ്റും. ഇനി ഇന്ന് പറ്റിയില്ലെങ്കിലും ഇനി മുതൽ അങ്ങോട്ടേക്ക് തിയേറ്റേഴ്സിലുണ്ട്. വീക്കെൻഡ് ആവുകയാണ്. സോ ഫാമിലി ആയിട്ട് തന്നെ പോയി മൂവീസ് കാണാം. ആൻഡ് ഈ മൂവി നമ്മുടെ GCCയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് റഷ് രാജ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അവരോട് ഒരു ബിഗ് താങ്ക്സ്. ബിക്കോസ് ഇത്രയും നല്ലൊരു സിനിമ നമ്മളുടെ UAയിലുള്ള മലയാളികൾക്ക് എത്തിച്ചു തന്നില്ല. അപ്പോൾ ഒരു വലിയ സന്തോഷം എൻ്റെ ടീമിനെ നമ്മളുടെ സ്റ്റേഷനിൽ കിട്ടിയതിലും നേരിട്ട് കാണാൻ പറ്റിയതിലും കുറച്ചു നേരം ചിരിക്കാൻ പറ്റിയതിലും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തതിലും ഒരുപാട് സന്തോഷം.
എന്തെങ്കിലും പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഇട്ടാൽ നമ്മുടെ റേഡിയോയിൽ വരില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം. അതാ ഫോട്ടോ ശബ്ദം വരില്ല എന്ന് പറഞ്ഞാൽ റേഡിയോയിൽ എക്സ്പ്രഷൻ വരില്ല. അപ്പൊ ഏതായാലും നമ്മൾ ഇനി അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോവാണ്. കീപ് ലിസണിംഗ് ടു വൈസ് ഓൺ ഹിറ്റ് 96.7 FM റേഡിയോ ആക്റ്റീവിൽ നിങ്ങളോടൊപ്പം ഞാൻ നിമിയാണ്, എന്റെ കൂടെ അൻപോട് കൺമണി ടീം.